ഹായ് എവരിവൺ, ഞാൻ UKGയുടെ ഇംഗ്ലീഷ് സിലബസാണ് ഫോളോ ചെയ്യുന്നത്. ഇംഗ്ലീഷ് സിലബസിൽ യൂസിഫസ് ലേണിംഗ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് യൂണിറ്റാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഫസ്റ്റ് ഒരു പിക്ചറൈസേഷനാണ് തന്നിരിക്കുന്നത്, അതായത് പിക്ചർ ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ ഇത് എങ്ങനെ നിങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കും എന്ന് ആണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്, എങ്ങനെ കുട്ടികളിലേക്ക് എത്തിക്കണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ, ഇങ്ങനെയൊരു പിക്ചർ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊക്കെ താഴെ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് റീഡ് ചെയ്ത് കൊടുക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. കുട്ടികളോട് ഇൻഫോർമലി ടോക്ക് ചെയ്യുക. ഇത് എന്താണ്, വാട്ട് ഡിഡ് യു സീ ഇൻ ദിസ് പിക്ചർ, ഡിഡ് യു ഗോ ടു ദ പാർക്ക്, ദെൻ ആസ്കിങ് മെനി ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു ദിസ് ഇമേജ്. ഈ ഒരു പിക്ചർ ഇമേജുമായിട്ട് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്ത് ചോദിക്കുക. ക്യാൻ യു സീ എ വുമൻ, ക്യാൻ യു സീ എ ബെഞ്ച്, അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കുട്ടികളെ കൊണ്ട് ചോദിക്കുക. അപ്പോൾ കുട്ടികൾ എന്ത് പറയും, പിക്ചറിലുള്ള എല്ലാ ഇമേജിൻ്റെയും നെയിംസ് പറഞ്ഞിരിക്കും. അപ്പോൾ കുട്ടികൾക്ക് അതെന്താണെന്ന് വ്യക്തമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓരോ പിക്ചറും എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വേർഡ്സ്, അത് ഏതെല്ലാം വേർഡ്സ് ആയിരിക്കുമെന്ന് നമ്മൾ ഫസ്റ്റ് സൗണ്ട്, ദ ലെറ്ററിൻ്റെ ഫസ്റ്റ് സൗണ്ട് ഐഡൻറ്റിഫൈ ചെയ്ത് റീഡ് ചെയ്യാൻ പഠിപ്പിക്കുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കാണുന്ന ഏകദേശം എല്ലാ പിക്ചേഴ്സും കുട്ടികൾ പറഞ്ഞിരിക്കും. ബെഞ്ച്, വുമൺ, ട്രീ, സീസോ, ജംഗിൾ, ജംപ്സ്, ഗേറ്റ്, വാൾ, ഗ്രീൻ ഗ്രാസ്, അങ്ങനെ ഓരോ പിക്ചറിൻ്റെയും കുട്ടികൾ നെയിംസ് പറഞ്ഞു. ഇനി നമ്മളിത് എങ്ങനെയാണ് കുട്ടികൾക്ക് റീഡ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന്. ബ ആസ് ഇൻ ബെഞ്ച്, ഗ ആസ് ഇൻ ഗേൾ, ട് as in tree, f as in flower, g as in gate, w as in wall, b as in boy, m as in man, w as in woman, j as in jungle, gym. Okay, thank you.